Only one fundamental right for the BJP RSS is the fundamental right to tell lies. That is the brand Modi, that is the brand Amit Shah, and they are getting it directly from who? Not a Rishu, not a Sant, not a Sadhu. They are getting this from Donald Trump in America. നമ്മുടെ ഭരണഘടനയിൽ ഒരു പുതിയ മൗലികാവകാശം കൂടി എഴുതി ചേർക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് BJP RSS. അത് നുണ പറയാനും പ്രചരിപ്പിക്കാനും മൗലികാവകാശം തങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. അതാണ് മോദിയുടെ അമിത്ഷായുടെ എല്ലാം ആഗ്രഹം, പരിശ്രമം. അത് അവരിലേക്ക് വന്നത് ഡൊണാൾഡ് ട്രംപിൽ നിന്നാണ് ഈ അസുഖം ബാധിച്ചത്. You think about it, my dear brothers and sisters. For 21 days or more, America has unleashed a war against Iran. They are continuing the war against Gaza and Palestine, against the children and women of Palestine. And it is this Modi government which not only remains silent, which is a crime in itself, but he went to Israel to hold the bloodied hands of Netanyahu. And today, the silence of Modi, the refusal of India to take a stand against the war, that burden is being borne by whom? By the women of India, by the poor of India. Gas cylinders are not available. Gas cylinders price has gone up. Price of petrol is up. Price of diesel is up. All the prices of essential commodities are going up. After 3 weeks, Modi ji is saying we will speak to the chief ministers of India. For what? Break your silence, Modi. Speak out against Trump. Speak out against the war. Save the people of India. That is our demand. From Kerala, many people are there in the Middle East. In Dubai, comrade, we welcome you, my dear comrade. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി IB സതീഷ് വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. Yes, he is our candidate. He is the waterman of Kerala. The waterman of Kerala. And we are going to make him the waterman of the whole of India. After you elect him again, we will take him to show people of India what you can do in Katakara. Comrade, many congratulations. I'll finish my speech. So, that is what we demand. 21 ദിവസമായി ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്നതിന് മുമ്പാണ് ഫലസ്തീനിലെ ഗാസയിൽ ഭീകരമായ ആക്രമണങ്ങൾ അവിടെ ഇസ്രായേൽ നടത്തിയത്, അമേരിക്കയുടെ പിന്തുണയോടുകൂടി. കുട്ടികളെ കൂട്ടക്കുരുതി ചെയ്തു, സ്ത്രീകളെ കൂട്ടത്തോടെ കൊന്നു, ജനങ്ങളെ ഭീകരമായി അവരെ കൊന്നു തള്ളി. നരേന്ദ്രമോദി സർക്കാർ മൗനമാണ് അവലംബിച്ചത്. അതിനുശേഷമാണ് മോദി ഇസ്രായേലിലേക്ക് പോയത്. നെതന്യാഹുവിന്റെ രക്തം പുരണ്ട കൈകൾ എടുത്തു ചുംബിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തത്. അവിടെ യുദ്ധം നടക്കുമ്പോൾ അറിയണം, കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലുള്ളവർ മധ്യപൂർവ്വ ദേശങ്ങളിൽ പണിയെടുക്കുകയാണ്. ഇവിടെ ഈ യുദ്ധത്തിന് കാരണം ഇസ്രായേലും US-ഉമാണ്. യുദ്ധം വിനാശകാരിയാണ്. യുദ്ധം സർവനാശമാണ് വിതയ്ക്കുന്നത്. എല്ലാ യുദ്ധത്തിന്റെയും തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. ഇപ്പോൾ പാചകവാതകം കിട്ടാക്കനിയായി മാറിയിട്ടുണ്ട്. ഇനി പെട്രോളും ഡീസലും അടക്കം കിട്ടാക്കനിയായി മാറാൻ പോവുകയാണ്. എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്ന അവസ്ഥയിലേക്കാണ്. കുടുംബജീവിതത്തെ താളം തെറ്റിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് പ്രധാനമന്ത്രി മോദി പറയുകയാണ്, നമുക്ക് മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്താമെന്ന്. എന്ത് ചർച്ച? മൗനം വെടിയണം, ഇന്ത്യയുടെ ഗവൺമെന്റായി പെരുമാറണം. അതാണ് നമുക്ക് പറയാനുള്ളത്. And now they have come here to Kerala. I don't know. Deshadana Pakshi, they are all wandering around Katakara. All these Deshadana Pakshis, there is no season for them here in Katakara. You say goodbye to them, namaste, goodbye, tata. We don't need Deshadana Pakshis. We have our own waterman here.
who is with us 24/7, 365 days a year. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ചില ആളുകൾ സ്ഥാനാർത്ഥികളായി ദേശാടന പക്ഷികൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. കാട്ടാക്കടയിലേക്കും തിരുവനന്തപുരത്തേക്കും കേരളത്തിലേക്കും അങ്ങനെ ദേശാടന പക്ഷികൾ വരേണ്ടതില്ല. ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായി 365 ദിവസവും ഇവിടെ തന്നെ IB സതീഷ് ഇവിടെയുണ്ട്. നിങ്ങളുടെ MLA ആയി, നിങ്ങളുടെ പ്രതിനിധിയായി, ഈ നാടിന്റെ പുത്രനായി സതീഷ്. Now I want to come to the gentleman and his party who are competing as to who can have the larger lye manufacturing machine. വലിയ നുണ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആരുടേതാണ് എന്നുള്ള മത്സരത്തിലാണ് BJPയും കോൺഗ്രസും. അതിലെ മാന്യന്മാരായ നേതാക്കൾ അവർ തമ്മിൽ മത്സരമാണ്. വലിയ നുണകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആരുടേതാണ്? You know that story, na? There was a pickpocket. What do you call pickpocket? പോക്കറ്റ് അടിക്കാരൻ. പോക്കറ്റ് അടിക്കാരൻ. പോക്കറ്റ് അടിക്കാരൻ. Pocket adikan. You know about pocket adikan? Huh? But pocket adikan in the bus, okay, we can understand. But the biggest pocket adikan in the political world, after picking everybody's pocket, then the political pocket adikan, the biggest political pocket adikan will say, no, I did not do any pocket adikan. They are doing the pocket adikan. That is what Rahul Gandhi came and said in Kerala. ബസ്സിനകത്ത് വെച്ചുള്ള പോക്കറ്റടിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ പോക്കറ്റടിയെ പറ്റി നമ്മളിപ്പോ കേൾക്കുകയാണ്. എല്ലാവരുടെയും പോക്കറ്റടിക്കുകയാണ്, എല്ലാവരിൽ നിന്നും കട്ടുകൊണ്ടു പോവുകയാണ്. അതിനുള്ള മത്സരം നടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ നാട്ടുകാരെ പോക്കറ്റടിക്കുകയും എന്നിട്ട് പറയുകയാണ്, ഞാൻ പോക്കറ്റടിച്ചിട്ടില്ല, ഞാൻ പോക്കറ്റടിച്ചിട്ടില്ല. അവരാണ് ചെയ്തത് He came. He said, LDF abarani chahiye, LDF abirana chahiye. Are Rahul ji, you answer these questions. You said CPIM and BJP. You have accused the CPIM of being hand in hand with BJP. Pocket adikan, and you say they are there. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയുകയാണ് CPM-ഉം LDF-ഉം BJP-യുമായി കൂട്ടുകെട്ടിലാണ് എന്ന്, LDF പോക്കറ്റടിക്കാരാണ് എന്ന്. ഇവിടെ വാസ്തവത്തിൽ പോക്കറ്റടി നടത്തുന്നത് BJP-യും UDF-ഉമാണ്. നുണനിർമ്മാണ ഫാക്ടറികളിൽ ആരാണ് വലുത് എന്ന മത്സരത്തിലാണ്. Who has got and who has helped the BJP and RSS develop their ideology, their politics, their double-engine governments in India? I don't want to go into past history. A lot of past history is there, Mr. Rahul Gandhi ji. But when you spoke in Calicut, you first answered these questions. Is it not a fact, Mr. Rahul Gandhi, that in the recent Rajya Sabha elections in Bihar, in Orissa, almost in Haryana, 11 Congress MLAs had voted for the BJP? Is it not a fact that because of the 11 votes in Bihar and Orissa given by the Congress party, you betrayed the RJD? You betrayed the democratic forces in Orissa, and you gave the BJP 2 more seats in the Rajya Sabha. Is it not a fact, Mr. Rahul Gandhi? പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ഒറീസയിൽ നിന്ന് നടന്നപ്പോൾ
ഹരിയാനയിലും ഏതാണ്ട് കടന്നപ്പോ 11 കോൺഗ്രസ് MLA തങ്ങളുടെ വോട്ട് മറിച്ച് BJPക്ക് ചെയ്തതോടുകൂടി രാജ്യസഭയിൽ BJPക്ക് 2 MP അധികമായി ലഭിച്ചു. ജയിക്കാൻ പാടില്ലാത്ത, ജയിക്കില്ലായിരുന്ന 2 പേരെ ജയിപ്പിച്ചു കൊടുക്കുന്ന ദൗത്യം കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തു. ഇതാണല്ലോ ഇന്ന് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ഉൾപ്പെടെ രാഷ്ട്രീയ ജനതാദൾ എന്ന സഖ്യകക്ഷിയെ മാത്രമല്ല വഞ്ചിച്ചത്, ആ രാജ്യത്തെ, ആ നാടിനെയാണ് വഞ്ചിച്ചത്, ജനങ്ങളെയാണ് വഞ്ചിച്ചത്, ജനങ്ങളുടെ വിധിയെയാണ് കോൺഗ്രസ് വഞ്ചിച്ചത്.